കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമകളിലൊന്നാണ് എക്കോ. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ബാഹുൽ രമേശ് എഴുതിയ കിഷ്കിന്ദ കണ്ട ടീമിന്റെ എക്കോ എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഞാൻ ആദ്യം തിയേറ്ററിൽ പോയി കണ്ടതാണ്, പിന്നെ OTT ഇറങ്ങിയപ്പോൾ വീണ്ടും കണ്ടു. നമുക്കറിയാമല്ലോ, വളരെ മിസ്റ്റീരിയസ് ആയ, വളരെ കോംപ്ലക്സ് ആയ കുറേ ലേയേഴ്സ് ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ തിയേറ്ററിൽ കണ്ടപ്പോഴും സിനിമ കഥ കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്കിലും മൊത്തത്തിൽ ഇങ്ങനെ ഒരു പുക പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് OTT ഇറങ്ങിയപ്പോൾ വീണ്ടും കണ്ടപ്പോൾ ആദ്യം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അത് ത്രൂ ഔട്ട് ഇപ്പോൾ OTT ഒന്നും കൂടി ഇങ്ങനെ ഭയങ്കര വിശദമായിട്ട് കണ്ടപ്പോൾ ശരിക്കും ഈ സാധനം നല്ലോണം അടിച്ചു. അതുകൂടാണ്ട് നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ട ചില ആളുകൾക്കും ഈ സിനിമയിൽ ഒരു പ്രശ്നം ചിലപ്പോൾ തോന്നിക്കാണുന്നത്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള സിനിമയാണ്. കാരണം ഇപ്പോൾ ഈ സിനിമ ഓൾറെഡി ഹിറ്റായി, ഒരുപാട് ആളുകൾക്ക് വളരെ അധികമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഇതൊന്നുമല്ല ഈ സിനിമയുടെ മാഗ്നിറ്റ്യൂഡ്. അതായത് ഈ സിനിമ ഇനിയും നല്ലോണം കയറിയേനെ, ഇനിയും ഈ സിനിമ നല്ലോണം കളക്ട് ചെയ്തേനെ, അങ്ങനെ ശരിക്കും ഈ സിനിമ ഒന്നും കൂടെ ഹിറ്റായേനെ. പക്ഷേ ഈ സിനിമേനെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് എന്ന് വെച്ചാൽ പിന്നോട്ട് വലിക്കുന്ന ഘടകമാണെങ്കിലും ശരിക്കും ആ സിനിമേനെ നല്ലോണം പുറകോട്ട് വലിക്കുന്നുണ്ട്. അത് ഈ കുര്യച്ചൻ്റെ കാസ്റ്റിംഗ് ആണ്. അതായത് ഈ സിനിമ തുടക്കം മുതൽ ഈ കുര്യച്ചൻ എന്നുള്ള ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് അയാളെ പറ്റി പറഞ്ഞു. അയാളുടെ കുര്യച്ചൻ തന്നെയാണ് ഈ സിനിമയുടെ ഒരു നെടുന്തൂണ് എന്ന് പറയാം ആ ക്യാരക്ടർ അല്ലേ. അവസാനം നമ്മൾ അതിശയത്തിൽ കൊണ്ടുപോകുന്നുണ്ട്, എങ്കിലും കുര്യച്ചൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിൽ കുര്യച്ചനെ കാണിക്കുമ്പോൾ, ഇതിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഇതാണോ കുര്യച്ചൻ എന്ന് തോന്നിപ്പോയി. ഒന്ന് ആലോചിച്ച്, ശരിക്കൊരു മമ്മൂട്ടിയോ അല്ലെങ്കിൽ ദുൽഖറോ അങ്ങനത്തെ വളരെ സ്റ്റാർ വാല്യൂ ഉള്ള ആരെങ്കിലും, അങ്ങനത്തെ ഒരാളെങ്കിലും ചെയ്തെങ്കിൽ, ആ കുര്യച്ചൻ്റെ റോൾ ചെയ്തെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാണ്, അത്രയും സ്റ്റാർ വാല്യൂ അങ്ങനത്തെ ഒരാളാണ് ചെയ്തെങ്കിൽ ഈ സിനിമയുടെ വര തന്നെ മാറിപ്പോയനെ. കാരണം അത് അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ക്യാരക്ടറാണത്. അപ്പോൾ അത് പുതിയൊരാൾ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നിയത് ഇപ്പോൾ അർഷൻ കോക്കിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ വയ്യ എന്നുള്ള സാധനം തോന്നി പുള്ളി ഇതാണോ കുര്യച്ചെന്ന് തോന്നിപ്പോയി. ഇനി പോട്ടെ, പുതിയ ആളാണെങ്കിലും പുതിയ ആളായതുകൊണ്ടാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ വേറൊരു ഉദാഹരണം തോന്നിയത്, ഇപ്പം കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളെ കാണുന്നത്. അപ്പോൾ അയാൾ ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാണിക്കുമ്പോൾ പുതിയൊരാളാണ്. പക്ഷേ അയാളുടെ പെർഫോമൻസും ഇതൊക്കെ കൊണ്ട് തന്നെ വേറൊന്നൊരു ഫാക്ടറല്ല. വിനായകനൊക്കെ ഇത്ര വർഷമായിട്ടുണ്ടെങ്കിലും അല്ലെ, ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാ മണികണ്ഠനാചാരിക്ക്. അപ്പം ആ പെർഫോമൻസ് അതാ പറഞ്ഞ, ഈ റോള് നമുക്ക് അഭിനയിക്കാൻ അറിയാമെങ്കിൽ വേറെ ഒന്നൊരു വിഷയമില്ല എന്ന് തോന്നിപ്പോയി. അപ്പൊ പുതിയ ആളാണോ അല്ലെങ്കിൽ മമ്മൂട്ടി സ്റ്റാർ വാല്യൂ ആളാണോ എന്നുള്ളതും വിഷയമല്ല. അപ്പൊ ഈ കുര്യച്ചന്റെ റോള് പ്ലേ ചെയ്യാൻ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരാള്, അങ്ങനത്തെ നല്ലൊരു ആക്ടറും കൂടി അത് ഡെലിവർ ചെയ്തെങ്കിൽ ഈ എക്കോ എന്ന് പറഞ്ഞ സിനിമ എവിടെ എത്തിയെന്ന് എനിക്ക് ശരിക്കും തോന്നിപ്പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്കോ സിനിമ ആണ് ഭയങ്കരമായിട്ട് അയ്യോടാ കളഞ്ഞെന്ന് തോന്നിപ്പോയി. എന്നുവെച്ചാൽ ഈ ബാക്കിയെല്ലാം ഓക്കെ, എല്ലാം അടിപൊളി, എല്ലാവരും സൂപ്പറാണ്, എല്ലാവരുടെ പെർഫോമൻസ്. ഇപ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിലും ലാത്തി ചടത്തി, പിന്നെ വിനീത്, എല്ലാവരും അടിപൊളിയാണ്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ കഥ, മറ്റേ പട്ടികൾ വരെ എനിക്ക് പരിണാമൻ നോവലിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ തോന്നുമല്ലോ. എല്ലാത്തിലും ഡെപ്തുള്ള സിനിമ. ഈ ഒരു ക്യാരക്ടർ കൂടി ഒന്ന് അടിപൊളിയായെങ്കിൽ എന്ത് സെറ്റായതിനെ പടം എന്നിങ്ങനെ ആലോചിച്ച് പോയി. അല്ല, ഒന്ന് ആലോചിച്ച്. ഇപ്പം എൻ്റെ മൈൻഡിൽ ആദ്യം ഈ കുര്യച്ചൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു മമ്മൂട്ടീനെ പോലത്തെ അത്രയും പ്രായമുള്ള അങ്ങനത്തെ ഒരാളാണ് തോന്നുന്നത്. അല്ല, ഇപ്പം നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കണക്റ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ സാധനം ശരിക്കും തോന്നാറുണ്ട്. എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ആ ഒരു മിസ്സിങ് ആവുന്നത്, എക്കോ കാണുമ്പോൾ ആ ഒരു മിസ്സിങ് നല്ലോണം തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.